മാത്രമല്ല പള്ളിയിലെ ഉസ്താദിനുണ്ട്, താടിയുള്ളവനുണ്ട്, ഹജ്ജ് ചെയ്തവനുണ്ട്, ഉംറ ചെയ്തവനുണ്ട്, പ്രസംഗിക്കുന്നവനുണ്ട്, ഖുർആൻ പഠിച്ചവരുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. ഏകദേശം എല്ലാവരും അസൂയ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. വ്യക്തമായി ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ നിന്റെ അടുക്കൽ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വാട്സപ്പിൽ വരുന്നത് മുഴുവനും സത്യമാകണമെന്നില്ല. വാട്സപ്പിൽ വരുന്നു പഠിച്ചവന്, അതാ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാള പറ്റൂ 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു, കാള പറ്റൂ എന്ന് കേട്ടാൽ മതി. ഒരു വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാലോചിക്കണമല്ല, കാള പ്രസവിക്കത്തില്ലല്ലോ. അപ്പത്തേക്ക് 5 ഗ്രൂപ്പിൽ പോയി. ഇതാ ഇന്നത്തെ കാലം എങ്ങനെ. എന്നാൽ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ വേറൊരു മനുഷ്യനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടു. ಇಮ್ಯಾಜಿನ್ ಮಾಡ್ಕೊಳ್ಳಿ, ನಿಮ್ಗೊಬ್ಬ ಅಸಿಸ್ಟೆಂಟ್ ಇದ್ದಾನೆ, ಅವನು ಎಲ್ಲವನ್ನ ನೆನ್ಪಿಟ್ಕೊಳ್ತಾನೆ, ಇನ್ಸ್ಟೆಂಟ್ ಆಗಿ ನಿಮ್ಮ ಪ್ರಾಬ್ಲಮ್ ಅನ್ನ ಸಾಲ್ವ್ ಮಾಡ್ತಾನೆ. കണ്ടു. വ്യക്തമായി കേട്ട ഭർത്താക്കന്മാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയാ, നബിയെ, എന്റെ ഭാര്യ ഒരു അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടത് ഞാൻ കണ്ടു. പോയി 2 സാക്ഷിയെ കൊണ്ടുവരാനാ പറഞ്ഞത്. എങ്ങനെ 2 സാക്ഷിയെ കൊണ്ടുവാ, ഇല്ലെങ്കിൽ നിനക്ക് ഹദ്ദടി കിട്ടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ റൂമിൽ തന്നെ ഭർത്താവ് ക്യാമറ വെച്ചിരിക്കുന്നത്. ചില ഭർത്താക്കന്മാര് ഭാര്യ അന്യപുരുഷനെ ഫോൺ വിളിക്കുന്നത് മൊബൈലിൽ പിടിക്കുക. പലരും ക്യാമറ. കാരണം എന്ത്? സാക്ഷി വേണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോഴും പ്രവാചകൻ പറഞ്ഞത് സാക്ഷി വേണം. സാക്ഷിയില്ലാതെ നീ സംസാരിക്കരുത്. കാരണം അത് സത്യമാകാം, എങ്കിലും സാക്ഷി വേണം. അത്രയും അതിൽ ക്ലാരിറ്റി വേണം. അല്ലാതെ ചുമ്മാതെ ആരെങ്കിലും എന്ന് പറയുമ്പോ ചാടിക്കേറി ചെയ്യലല്ല. അള്ളാഹുവിന്റെ മുന്നിൽ നീ എന്തു പറയും? ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് രാജ്യം ഭരിക്കുകയാ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി ഇത്തിരി താമസിച്ചു. അങ്ങനാണല്ലോ ചിലരൊക്കെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു താമസിച്ചു. ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ തലയിൽ ഇങ്ങനെ തുണി ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ പതുക്കെ നടന്നു പോവാ. രാത്രിയെ നമ്മൾ റോഡിൽ കൂടെ നടന്നാൽ തന്നെ തെങ്ങി കെട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിനകത്തൊന്നും കയറണ്ട. ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടോണ്ട് രാത്രി ഇങ്ങനെ നടന്നു പോകുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, പടച്ചവൻ, ഈ നടത്ത അത്ര പന്തികേടാണല്ലോ, എന്താ ഒരു നല്ല നടത്തല്ല, ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടന്നു പോകുന്നു. ആരാ അല്ലാഹ് ഇത്? ഉമർ രാജ്യം ഭരിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരുത്തനോ? അതാരാ ഒന്ന് അറിയണമല്ലോ. ഇങ്ങനെ പുറകെ പോയി ഓനിങ്ങനെ നടക്കാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കിയപ്പോ ഇയാൾ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടന്നു പോകാം. അവസാനം ഇങ്ങനെ നടന്നു പോയിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തൊരു വീടിരിക്കുന്നു. ആ വീടിന്റെ മുന്നിൽ പോയി. ആളൊഴിഞ്ഞ ഒരു വീടിന്റെ മുന്നിൽ പോയി. എന്നിട്ട് അനുവാദം പോലും ചോദിക്കണില്ല. സത്യത്തിൽ ഒരാൾ വീടിനകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, സലാം പറയണം, അനുവാദം ചോദിക്കണം. ഈ മനുഷ്യനാണെങ്കിൽ അനുവാദം പോലും ചോദിക്കാതെ വാതിൽ അങ്ങോട്ട് തുറക്കാം. വാതിൽ ഇങ്ങനെ തുറന്നപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, ആരാ അല്ലാഹ് മുഖം കാണുന്നുണ്ടോന്ന്, ആരാ ഈ രാത്രി പതുങ്ങി കയറണത് എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോ അവിടെ നിന്ന് മുഖം കണ്ടു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാജ്യം ഭരിക്കണ ഖലീഫയാ. രാത്രി തലയിൽ തുണിയിട്ടുണ്ട് ഒരു വീട്ടിൽ കയറി പോണേ. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ഖത്തീബാണെന്നൊന്ന് ആലോചിക്കേ. അല്ലാഹു അഅലം. നരച്ചിക്ക് നമ്മളാണെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇടിറ്റി വീഴുന്ന പോലെ അല്ലാഹ് ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്? അതാ ചിന്തിക്കണേ. ഈ ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്? അത്ഭുതം. ഈ സഹാബി ആരെയും വിളിച്ചു കൂട്ടിയില്ലട്ടാ. നമ്മളെ പോലെ വാളിയ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടല്ലേ, വാടാ വീടിയറ അതറ ഒന്നും വിളിച്ചില്ല. വീടിന്റെ പുറത്ത് ഇങ്ങനെ നിന്നു. ഇറങ്ങി വരുവോ നോക്കാൻ. കുറേ നേരം നിന്നിട്ട് ഇറങ്ങി വരണില്ല. ആ വീടിന്റെ മുന്നിൽ പോയി അടയാളം വെച്ചു.
ആ വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ചു. പോയി വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം പടച്ചവൻ എപ്പോഴും ഉറങ്ങി. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോ ഇന്നലെ രാത്രി പതുങ്ങി കേറിപ്പോയ ആളായി ഇമാമത്തിക്കണേ. ഉമർ ഞങ്ങളാ ഇമാമത്ത് നിൽക്കണേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകിൽ നിന്ന് നിസ്കരിച്ചു. പക്ഷെ മനസ്സിലൊരു സമാധാനം ഇല്ല. നേരെ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നു. അടയാളം വെച്ച വീട്ടിൽ പോയി. അടയാളം വെച്ച വീട് കണ്ടുപിടിച്ചു. ഇന്നലെ രാത്രി അടയാളം വെച്ചിട്ട് പോയത് ആ വീടിന്റെ മുന്നിൽ പോയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അനുവാദം ചോദിച്ചു. സലാം പറഞ്ഞു. അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. അനുവാദം ചോദിച്ചപ്പോ വീടിന്റെ അകത്ത് നിന്നിട്ട് മറുപടി വന്നു. ഒരു പെണ്ണാ മറുപടി പറഞ്ഞേ. അപ്പൊ ഉറപ്പായി ആരാണ്? പെണ്ണാണ്. ഉമർ ഞങ്ങൾ കേറിയ വീടിന്റെ മുന്നിൽ പോയി അനുവാദം ചോദിച്ചു. കേറി വരട്ടെ, ഇതിനകത്ത് ആരാ ഉള്ളത്? അവിടെ നിന്ന് അനുവാദം ചോദിച്ചപ്പോ ഒരു പെണ്ണാണ് മറുപടി പറയുന്നത്. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി. പക്ഷെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിട്ടില്ല. ചോദിച്ചു, ഞാൻ വീടിന്റെ അകത്ത് കടന്നു വരട്ടെ. കേറി അകത്ത് ചെന്ന് നോക്കിയപ്പോ പടുകിളവിയായ എല്ലും തോലുമായ ഒരു ഉമ്മയാ കിടക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേറി ചെന്ന വീടിന്റെ അകത്ത് നോക്കുമ്പോ ഒരു കിളവിയായ ഉമ്മ. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ ഇന്നലെ രാത്രി ഒരു ചങ്ങാതി ഇവിടെ വന്നല്ലോ, ആരാ ഉമ്മ? എന്തിനാ ഉമ്മ വന്നേ? മോനെ, എല്ലാ ദിവസവും രാത്രി വരും ആ മകൻ. അയാൾ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി വരും. എന്റെ മൂത്രം കഴുകും, എന്റെ കാഷ്ടം കഴുകും, എന്റെ വസ്ത്രങ്ങൾ കഴുകും, എന്നെ കുളിപ്പിക്കും, എനിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെക്കും. അവസാനം തിന്നാൻ പല്ലില്ലാത്തത് കാരണം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. അല്ലാഹുവേ, ആ ഉമ്മയോട് ചോദിച്ചു, ആ മനുഷ്യൻ ആരാണെന്നറിയോ? എനിക്കറിയില്ല മോനെ. എത്ര പേര് ചോദിച്ചിട്ടും പറയുന്നില്ല. ഞാൻ എത്ര നാളുകൊണ്ട് പേര് ചോദിച്ചു പറയുന്നില്ല. ആ സമയത്താണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മ അതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അത് ഉമർ തങ്ങളാണുമ്മ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി ഓടുകയാണ്. പടച്ചവരെ, കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു കെട്ടിപ്പിടിച്ചിട്ട്, ഉമറേ, എനിക്ക് പൊരുത്തം തരണേ ഉമറേ. ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചു പോയി. ഒരു രാത്രിയെങ്കിലും, ഒരു ദിവസമെങ്കിലും നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഞാൻ ചിന്തിച്ചു പോയി. എന്റെ മനസ്സിന്റെ ഉള്ളിലെ തെറ്റിദ്ധാരണ വന്നു. എനിക്ക് പൊരുത്തം തരണേ. കാരണം എന്തെന്നറിയുമോ? നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം പറയാ. എടാ ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചോദിച്ച് നീ അത് ക്ലിയറാക്ക്. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നീ ചോദിച്ച് ക്ലിയറാക്ക്. തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ. അത് ശിർക്കാണെന്ന് മഹാന്മാര് പറയുകയാ. തെറ്റിദ്ധാരണ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത്. നിനക്കാരെയെങ്കിലും കുറിച്ചു, പള്ളിയിലെ ഖതീബിനെ കുറിച്ചു, പള്ളിയിലെ മുഅദ്ദിനെ കുറിച്ചു, ജമാഅത്തിന്റെ പരിപാലന സമിതിയെ കുറിച്ച് എന്തെങ്കിലും നിന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ടോ? ധൈര്യമായിട്ട് ചെന്നിട്ട് ആ പാവപ്പെട്ടവനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കൂ. അങ്ങനെ നീ ക്ലിയർ ചെയ്യൂ. അല്ലാതെ കൊണ്ട് നടക്കല്ലേ. അത് ശിർക്കാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, അബൂ തൽഹ, ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. പക്ഷേ ഇത് നീ ആരോടും പറയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ക്ലിയർ ചെയ്യണം. നമ്മുടെ അടുക്കൽ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞു തന്നാൽ നീ മനസ്സിലാക്കണം. നമ്മളിൽ പലരും പറയും, ഉസ്താദേ, ഞാൻ പറഞ്ഞില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. എന്താ പറയാ? ഞാൻ പറഞ്ഞില്ല, കേട്ടതേ ഉള്ളൂ. ശരിയാ, പള്ളി നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് നീ കേട്ടതേ ഉള്ളൂ. കേട്ടവൻ പറഞ്ഞവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചും ഖബറിനെ കുറിച്ചും മരണത്തെ കുറിച്ചൊന്നും അല്ലല്ലോ. നാട്ടുകാരെ കുറിച്ച് പറഞ്ഞു തന്നപ്പോ നീ എന്തിന് കേട്ടു? നീ അവനെ കാണുമ്പോ തന്നെ പറയണം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അവനെ കാണുമ്പോ തന്നെ പറഞ്ഞേക്കണം, ഓടി രക്ഷപ്പെടണം. അതാ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാ
ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നാളെ വായിക്കകത്ത് ഇങ്ങനെ കല്ലിട്ട് കടിക്കേണ്ടി, കൈ ഇങ്ങനെ വായിക്കകത്തിട്ടിട്ട് പടച്ചവനെ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് കടിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് നമ്മളൊക്കെ പാവമായിട്ട് തന്നെ കാണാറില്ല. നമ്മൾ ന്യായീകരിക്കുകയാ, അവൻ ചെയ്തതല്ലേ പറഞ്ഞത്, അവള് ചെയ്തതല്ലേ പറഞ്ഞത്, അല്ലേ? അവൻ കള്ളു കുടിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്, അവൻ പെണ്ണ് പിടിച്ചിട്ടല്ലേ പറഞ്ഞത്, അവൻ മോഷണം നടത്തിയിട്ടല്ലേ പറഞ്ഞത്. പറയാൻ നിനക്കാരവകാശം തന്നു? അതാ എടാ, അവൻ ചെയ്തെങ്കിൽ അവന്റെ കാര്യം പറയാൻ നിനക്കെന്ത് അവകാശം? അല്ലാഹുവല്ലേ അതിന്റെ കാര്യത്തിൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അല്ലാഹു അതിന്റെ പ്രതിഫലം കൊടുക്കും. അണുമണി തൂക്കം തെറ്റ് ചെയ്താൽ അതിന് അല്ലാഹു ചോദിക്കുകയും ചെയ്യും.